ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അഖിലലോക പ്രശസ്തനായ മൈക്കൽ ഏഞ്ചലോ പ്രതിമകൾ നിർമ്മിക്കുന്നതിനായി ഒരിക്കൽ റോമിലേക്ക് പോയി. പല സുപ്രസിദ്ധ കലാകാരന്മാരും നേരത്തെ റോമിലെത്തിയിരുന്നു. വന്നവരെല്ലാവരും ഏറ്റവും നല്ല മാർബിൾ ശിലകൾ നോക്കി തിരഞ്ഞെടുത്ത് പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലെത്തിയ മൈക്കൽ ഏഞ്ചലോയ്ക്ക് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു മാർബിൾ ശിലയാണ് കിട്ടിയത്. അദ്ദേഹം നിരാശനാകാതെ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. അതിൻ്റെ കുറവുകൾ ഓരോന്നും ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ആ കുറവുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ക്ഷമയോടെ ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ ആ മാർബിൾ കല്ലിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗം ഒരു പ്രതിമാശില്പത്തിൻ്റെ കുനിഞ്ഞിരിക്കുന്ന ശിരസായും നീണ്ടിരിക്കുന്ന ഭാഗം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈയായും നിർമ്മിക്കാമെന്ന് ആ വിശ്വോത്തര കലാകാരൻ തീരുമാനിച്ചു. തൻ്റെ ഭാവനയിൽ രൂപം കൊണ്ട ആ പ്രതിമാശില്പം അദ്ദേഹം കൊത്തിയെടുത്തു. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളിൽ ഒന്നായ ബാലനായ ദാവീദ് എന്ന പ്രതിമാശില്പം ജന്മമെടുത്തത് അങ്ങനെയാണ്. നിരവധി പരിമിതികളും പരാജയങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ അവയെ ഉപയോഗിച്ച് മഹത്തായ ജീവിത ശില്പം നിർമ്മിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് മറന്നുകൂടാ. വളരെയധികം ക്ഷമയും ശ്രദ്ധയും ശുഭാപ്തി വിശ്വാസവും ഭാവനയും അതിനാവശ്യമാണ്. നാം അനുഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്നവയായിരിക്കില്ല നമ്മുടെ ജീവിതത്തെ മഹത്വരമാക്കി തീർക്കുന്നത്. ശാപമായി കരുതിയിരുന്ന ജീവിതാനുഭവങ്ങളെ നിത്യമായ ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഉപാധികളാക്കി തീർക്കുവാനുള്ള മാർഗം ചൂണ്ടിക്കാണിച്ചു തരുന്നത് ക്രിസ്തുവിൻ്റെ കുരിശല്ലാതെ മറ്റെന്താണ്? ശാപത്തെ അനുഗ്രഹമാക്കുന്ന ഇടമാണ് ക്രൂശ്. ക്രൂശിലെ സ്നേഹം നിന്റെ കുറവുകളെ നിറവുകളാക്കും. ഇപ്പോഴുള്ള നിന്റെ തകർച്ചകളെ അവൻ ഭാവി ജീവിതത്തിൻ്റെ ഗുണത്തിനാക്കി തീർക്കും. ലോകത്തിൻ്റെ വെളിച്ചമായവൻ നിന്റെ ഉള്ളിൽ വരുമ്പോൾ കുറവുകൾ നീ അറിയാതെ നീങ്ങിപ്പോകും. 1 പത്രോസ് 2:19. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.